Good morning. Good morning, Miss. Good morning, ma'am. Good morning, Miss. Okay, good morning. Good morning, ma'am. Okay, good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പറഞ്ഞത്? അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറഞ്ഞു അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണെന്ന് പറയാമോ? ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് Local anesthesia. അനസ്തേഷ്യ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. സിസേറിയൻ സെക്ഷൻസിനായിട്ട് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണെന്ന് പറയാമോ? സിസേറിയൻ Regional anesthesia. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന ആക്നെ, സ്കാർ, പിഗ്മെന്റേഷൻ, വിറ്റിലിഗോ, അതുപോലെ തന്നെ മോൾസ്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറയാമോ? Dermatology. ഡെർമറ്റോളജി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഗായത്രി, ശ്രുതി, ഷിസാന, ശരണ്യ, അമൃത, കറക്റ്റ് ആണ് കേട്ടോ. ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അതുപോലെ തന്നെ ടിയർ ഡക്റ്റ് പ്രോബ്ലംസ്, സലൈവറി ഗ്ലാൻഡ് പ്രോബ്ലംസ്, ഇയർ ബാലൻസിങ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സുകൾ ഡയഗ്നോസിസ് ഒക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്? ENT department. ENT ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഓർഗൻസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു അല്ലെ? എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഓർഗൻസുകൾ പരിചയപ്പെട്ടിരുന്നു. ഒന്ന് രണ്ടെണ്ണൊക്കെ ഒന്ന് പറയാമോ? പറയാമോ? Pancreas, Adrenal and thyroid, parathyroid, hypothalamus, pituitary glands, ovaries and testes. അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പിക്ചർ കാണിച്ചിരുന്നു അല്ലെ? അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ്? ഹൈപ്പോതലാമസ്, മറ്റേ തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അതുപോലെ ഓവറി, സ്ത്രീകളിലാണെങ്കിൽ ഓവറി, പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ലോക്കോമോട്ടീവ് പ്രോബ്ലംസ്, ഓൾഡർ അഡൽട്ട് അല്ലെ? ഓൾഡർ അഡൽട്ടിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഓൾഡർ അഡൽട്ട്. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നതിന്റെ നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആര്യ, ശ്രുതി, ജെറിയാട്രിക്സ് ആണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പോ എല്ലാവർക്കും ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. തെറ്റാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് തെറ്റുന്ന കാര്യങ്ങൾ നമുക്ക് തിരുത്താലോ. ഓക്കെ, അപ്പൊ അത്രയും ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ജനറൽ മെഡിസിൻ ആണ് കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ജനറൽ മെഡിസിൻ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പൊതുവെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ജനറൽ മെഡിസിൻ വിഭാഗം നമ്മൾ കാണാറുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കുന്നത് കേട്ടോ. വായിക്കാം നമുക്ക്. ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ജനറൽ മെഡിസിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഇന്റേണൽ മെഡിസിൻ. എന്താണ് പറയാ? ഇന്റേണൽ മെഡിസിൻ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻസിൽ വരും ജനറൽ മെഡിസിൻ ഈസ് ആൾസോ നോൺ ആസ്. ഓപ്ഷൻസിൽ ചിലപ്പോ ഇന്റേണൽ മെഡിസിൻ, എക്സ്റ്റേണൽ മെഡിസിൻ, അല്ലെങ്കിൽ എക്ലപ്റ്റിക് മെഡിസിൻ, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് നമുക്ക് പറഞ്ഞിട്ട് ഓപ്ഷൻ തരും. അപ്പോ ജനറൽ മെഡിസിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഇന്റേണൽ മെഡിസിൻ.
പഠിച്ചു വെക്കാം കേട്ടോ. ഇന്റേണൽ മെഡിസിൻ എന്ന് പറയുന്നത് ജനറൽ മെഡിസിന് തന്നെയാണ് കേട്ടോ. എന്താണ് ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡൾട്ട് ഡിസീസസ് അല്ലെ, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളുടെ അസുഖങ്ങൾ അല്ലെ, രോഗങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിവെൻഷൻ, പ്രതിരോധം, രോഗനിർണയം, ചികിത്സ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം. ചിലപ്പോ ഓൾഡർ അഡൾട്ട് എന്നാണ് തരുന്നതെങ്കിൽ ഓൾഡർ അഡൾട്ട് എന്ന് പറയുമ്പോൾ അതേതാണ്, അത് ജെറിയാട്രിക്സ് ആണ്, വയസ്സായിട്ടുള്ളതാണല്ലോ. ഇവിടെ അഡൾട്ട് ഡിസീസസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ജെറിയാട്രിക്സ് ആണോ എന്ന് ചിന്തിക്കണം കേട്ടോ. അപ്പൊ ജെറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ ഓൾഡർ അഡൾട്ട് ആണ് കേട്ടോ, എന്ന് വെച്ചാൽ പ്രായം ചെന്നിട്ടുള്ള ആളുകളാണ്. അഡൾട്ട് ഡിസീസസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഉത്തരം എന്താണ്, ജനറൽ മെഡിസിൻ ആണ് കേട്ടോ. അപ്പൊ പ്രായപൂർത്തി ആയിട്ടുള്ള ആളുകളുടെ അസുഖങ്ങൾ, കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾ, അതിന്റെ പ്രിവെൻഷൻ, പ്രതിരോധം, രോഗനിർണയം, ചികിത്സ, ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന എന്താണ് ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. ജനറൽ മെഡിസിന് പറയുന്ന മറ്റൊരു പേരാണ് ഇന്റേണൽ മെഡിസിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം ട്ടാ. A general practitioner അഥവാ GP is a physician who is not specialized in one particular area of medicine. ഇതാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഫിസിഷ്യനെ പോയി കാണാം എന്ന് പറയാറുണ്ട്. ഫിസിഷ്യനെ എന്താണ് പറയുന്നത്, ജനറൽ പ്രാക്ടീഷണർ എന്നും പറയാറുണ്ട് കേട്ടോ. ഡോക്ടറാണ് അദ്ദേഹം. ഓക്കെ, ഫിസിഷ്യൻ എന്ന് പറയുന്നത് മറ്റൊരു പേരെന്താണ്, ജനറൽ പ്രാക്ടീഷണർ അഥവാ GP. നമ്മൾ പൊതുവെ ജനറൽ പ്രാക്ടീഷണർ എന്നൊന്നും പറയാറില്ല. നമ്മൾ എന്താ പറയാ, സാധാരണ ഫിസിഷ്യൻ എന്നാണ് പറയാ അല്ലെ. ആരാണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് who is not specialized in one particular area of medicine. അതായത് മെഡിസിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ലാത്ത ആളുകളെയാണ് നമ്മൾ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് അവരെന്തിലാണ്, അവർ സ്പെഷ്യലൈസ്ഡ് ആണ്. എന്തിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ജനറൽ മെഡിസിനിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉൾപ്പെടും. അതേസമയം നമ്മളൊരു കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഡോക്ടർ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഹാർട്ട് അല്ലെ, ഹാർട്ടിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളെ നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്നാണ് പറയുക അല്ലെ. അതെ, അതുപോലെ തന്നെ പൾമണോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ലങ്സ്, ശ്വാസകോശത്തിൽ സ്പെഷ്യലൈസ്. ഈ പറയുന്ന ഹാർട്ട്, ലങ്സ് എന്നൊക്കെ പറയുമ്പോൾ മെഡിസിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലെ. ഇപ്പൊ ഹൃദയം അല്ലെങ്കിൽ കിഡ്നി, പിന്നെ പറയുന്ന ശ്വാസകോശം എന്നൊക്കെ പറയുമ്പോൾ അത് മെഡിസിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതേസമയം ഒരു ഫിസിഷ്യൻ അഥവാ ജനറൽ പ്രാക്ടീഷണർ, ജനറൽ എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ, അദ്ദേഹം എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആണ്. പക്ഷെ അദ്ദേഹം ഏതിലാണ്, ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു മെഡിസിൻ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഹാർട്ടെന്നോ ലങ്സെന്നോ അല്ലെങ്കിൽ കിഡ്നിന്നോ അങ്ങനെ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. പകരം ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മേഖലയിലാണ് അവര് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എ ജനറൽ പ്രാക്ടീഷണർ GP is a physician who is not specialized in one particular area of medicine. മെഡിസിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. അതായത് ഹാർട്ട്, ലങ്സ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. പക്ഷെ എന്താണ്, ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തിലാണ് അവര് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. കാര്യം MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യുന്ന പോലെയാണ്. MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും അല്ലെ, MD എടുക്കും. MD എടുക്കുമ്പോൾ അവരെന്താണോ അവരെ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന മേഖല ഏതാണോ അതിനകത്ത് അവർ MD എടുക്കും. ചിലത് ഹാർട്ടിലായിരിക്കും അപ്പൊ കാർഡിയോളജിസ്റ്റ് ആവാം, ലങ്സിലാണെങ്കിൽ പൾമണോളജിസ്റ്റ്, കിഡ്നി ആണെങ്കിൽ നെഫ്രോളജിസ്റ്റ്, അങ്ങനെ നമ്മൾ പറയും. ഇവര് MBBS കഴിഞ്ഞിട്ട് MD എടുക്കുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. എന്തിലാണ് എടുക്കുന്നത്, ജനറൽ മെഡിസിനിലായിരിക്കും എടുക്കുന്നുണ്ടാവാം കേട്ടോ. ഓക്കെ, അപ്പൊ അവരെ നമ്മള് എന്ത് പറയും, ഫിസിഷ്യൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എങ്ങനെയുള്ള സേവനങ്ങളൊക്കെയാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് നോക്കാം. ഒന്നാമത് നോക്കി, റൂട്ടീൻ ഹെൽത്ത് കെയർ ആൻഡ് അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിംഗ് ഇൽനെസസ് ആൻഡ് ഇഞ്ചുറീസ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വേണം കേട്ടോ. റൂട്ടീൻ ഹെൽത്ത് കെയർ അതായത് പതിവായിട്ട് ചെയ്യുന്ന ഹെൽത്ത്, എന്താ പറയാ, ഹെൽത്ത് ട്രീറ്റ്മെന്റ്സുകളൊക്കെ ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻസ്,
ഇമ്മ്യൂണൈസേഷൻസ്, പ്രതിരോധ കുത്തിവയ്പ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. അതുപോലെ നമ്മുടെ ഫിസിക്കൽ എക്സാം റൂട്ടീൻ ആയിട്ട് ചിലപ്പോൾ നമ്മൾ BP നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യുക അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളത് റൂട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളും അതുപോലെ തന്നെ ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ഇൽനെസസ് ആൻഡ് ഇഞ്ചുറീസ് അല്ലെ. ഈ പറയുന്ന അസുഖങ്ങള്, പരിക്കുകള് അല്ലെ, ഇഞ്ചുറീസ്, മുറിവുകളൊക്കെ ഉള്ള ആ രീതിയിലുള്ള പലതരത്തിലുള്ള കോമൺ കണ്ടീഷൻസിനൊക്കെ ട്രീറ്റ്മെന്റുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത്തരത്തിലുള്ള സേവനങ്ങളാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇനി നോക്കിയേ, MBBS വിത്ത് MD. MD ഏതിലാണ് എടുക്കുന്നത്? ജനറൽ മെഡിസിൻ. ഓക്കെ, ജനറൽ മെഡിസിനിലാണ്. ഈസ് യൂഷ്വലി ഇൻ ജനറൽ ഫിസിഷ്യൻ അഥവാ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അത് MBBS കഴിഞ്ഞാല് MD എടുക്കുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നുണ്ട്, സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. എന്തിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ജനറൽ മെഡിസിനിൽ MD എടുക്കും. MD എടുക്കാന്ന് വെച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിലായിരിക്കും അവര് MD ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ജനറൽ പ്രാക്ടീഷണർ അഥവാ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ? എന്താണ് ജനറൽ മെഡിസിന് പറയുന്ന മറ്റൊരു പേര് എന്താന്ന് പഠിച്ചു. എന്താണ് പറയാ? ഇന്റേണൽ മെഡിസിൻ എന്നാണ് പറയാ. ഇനി എന്താണ് ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് അഡൽട്ട് ഡിസീസസ് അല്ലെ, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് വരുന്ന അസുഖങ്ങൾ, അതിന്റെ പ്രതിരോധം, അതിന്റെ രോഗനിർണയം, ചികിത്സ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിനെയാണ് നമ്മൾ ജനറൽ മെഡിസിൻ അഥവാ ഇന്റേണൽ മെഡിസിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആരാണ് ഫിസിഷ്യൻ. ഫിസിഷ്യന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ജനറൽ പ്രാക്ടീഷണർ എന്നാണ് പറയുന്നത്. അദ്ദേഹം ആരാണ്? ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ അല്ലെ. ഒരു മെഡിസിന്റെ ഒരു പെർട്ടിക്കുലർ പ്രത്യേക ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന വ്യക്തിയല്ല. പകരം എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന എല്ലാം ഉൾപ്പെടുന്ന ഒരു ജനറൽ മെഡിസിനാണ് അവര് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടത് എങ്ങനെയൊക്കെയുള്ള സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. റൂട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ചെക്കപ്പുകള്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങള്, ഇഞ്ചുറീസ്, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് ഓക്കെ അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനോ? നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം കേട്ടോ. അത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാൻ. നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ ഭയങ്കര ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇതാവുന്നില്ല കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾക്ക് എന്തെല്ലാം കണ്ടീഷൻസിനാണ് അവിടെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഗാസ്ട്രോ എൻറ്ററോളജി. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, ഗാസ്ട്രോ എൻറ്ററോളജി. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്റ്റൊമക്ക് അല്ലെ, നമ്മുടെ ആമാശയം, ഗ്യാസ്. ഓക്കെ, ഗാസ്ട്രിക് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്ക് ആണ് അല്ലെ, നമ്മുടെ ആമാശയവുമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള അല്ലെ, ആമാശയം മാത്രമല്ല നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ളത് അല്ലെ, കുടലിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നോട്ട്സ് എഴുതാന്ന് വെച്ചാൽ അങ്ങനെ നോട്ട് എഴുതണ്ട കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ വേണമെങ്കിൽ ലെക്ചർ നോട്ട് പോലെ നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് എങ്ങനെയാണോ എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം. നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ട് നോട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും പ്രത്യേകം വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ബാക്കിയുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നോക്കാം, ഗാസ്ട്രോ എൻറ്ററോളജി. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ. അബ്ഡോമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള ഭാഗമാണ് അല്ലെ. അപ്പൊ ഈ ഉദര സംബന്ധമായിട്ടെങ്കിൽ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗമാണ് ഗാസ്ട്രോ എൻറ്ററോളജി അല്ലെ. അതായത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗാസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുന്നത്. എൻറ്ററോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നത് ഉദര സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ളതാണ്. ആ വാക്കിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എൻറ്ററോ എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെ കണ്ടീഷൻസിനാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ എൻഡോക്രൈനോളജി പറഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറെ ഓർഗൻസുകൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, അവയവങ്ങൾ പഠിച്ചിരുന്നു.
അതുപോലെ ഗ്യാസ്ട്രോ എന്ററോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വരുന്ന കുറച്ച് ഓർഗൻസുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. The diagnosis and the treatment of conditions that affect the esophagus. എന്താണ് esophagus എന്ന് പറഞ്ഞാല്? അന്നനാളം കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ മനസ്സിലാ, അന്നനാളം. ഓക്കെ, എഴുതി വെച്ചോട്ട്. അറിയാത്തവർ ഈസോഫാഗസിന്റെ മുകളിൽ നിന്ന് എഴുതി വെച്ചോളൂ, അന്നനാളം. ഓക്കെ, നമുക്കറിയാലോ നമ്മുടെ മൗത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ സ്റ്റൊമക്ക് അല്ലെ ആമാശയം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പൈപ്പ് അല്ലെ കുഴല് പോലെയുള്ള ഭാഗമാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. പിന്നെന്താണ് സ്റ്റൊമക്ക്? സ്റ്റൊമക്ക് എന്താണ്? നമ്മുടെ ആമാശയം അല്ലെ, ആമാശയമാണ്. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താണ്? ചെറുകുടലാണ് അല്ലെ, ചെറുകുടലാണ്. പിന്നെ വരുന്നത് കറക്റ്റ് ആണ് കേട്ടോ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. അറിയാത്തവര് എഴുതി വെക്കണോ കേട്ടോ, അറിയുന്നവരുണ്ടാവും. അറിയാത്തവര് ഒരു മടിയും വിചാരിക്കേണ്ട, അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൻകുടലാണ് അല്ലെ, വൻകുടല്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കോളൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വൻകുടലുണ്ടല്ലോ, അതിന് ശരിക്കും പറഞ്ഞാല് 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങളല്ല, അതായത് 3 പോർഷൻ ഉണ്ട് വൻകുടലിന്. അതിന്റെ വൻകുടലിന്റെ തുടക്ക ഭാഗം ഉണ്ടല്ലോ, ബിഗിനിങ് പാർട്ടിൽ നമ്മൾ സീക്കം എന്നാണ് പറയുക. സീക്കം അതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. വൻകുടലിന്റെ ബിഗിനിങ് പോർഷൻ ഉണ്ടല്ലോ, ബിഗിനിങ് തുടക്ക ഭാഗം, അതിന് നമ്മൾ സീക്കം എന്നാണ് പറയുക, സീക്കം. ഇനി മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, അതായത് വൻകുടലിന്റെ മേജർ പോർഷൻ, മിഡിൽ ഭാഗം, അതിനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത് കേട്ടോ. കോളൻ. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ തന്നെ മിഡിൽ പോർഷനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻഡിങ് പാർട്ട്, എൻഡിങ് പാർട്ട് ഉള്ള അതിനെ നമ്മൾ റെക്റ്റം എന്നാണ് പറയുക, മലാശയം എന്നൊക്കെ പറയൂ കേട്ടോ. റെക്റ്റം എന്നാണ് പറയുന്നത്. 3 ഭാഗങ്ങളുണ്ട് കേട്ടോ. തുടക്ക ഭാഗം സീക്കം എന്ന് പറയും, സെന്റർ പോർഷന് മിഡിൽ പോർഷന് നമ്മൾ കോളൻ എന്നാണ് പറയാം. ഓക്കെ, കോളൻ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, എൻഡിങ് പാർട്ടിന് നമ്മൾ റെക്റ്റം എന്നാണ് പറയാ കേട്ടോ. റെക്റ്റം, മലാശയം എന്നൊക്കെ പറയും. അപ്പൊ അതാണ് കേട്ടോ, ലാർജ് ഇൻറ്റസ്റ്റൈൻ കോളൻ എന്ന് പറയും. പിന്നെ ഏതൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ലിവർ വരുന്നുണ്ട്, ലിവർ, നമ്മുടെ കരള് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസ് കേട്ടോ, പാൻക്രിയാസ് നമ്മുടെ പാൻക്രിയാസ്. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡർ എന്താ? പിത്തസഞ്ചി എന്നൊക്കെ പറയൂ കേട്ടോ. അതന്നെ പിത്തസഞ്ചി, നമ്മുടെ ലിവറിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ചെറിയൊരു സാക്ക് പോലെ, ഈ സഞ്ചി പോലെ കാണപ്പെടുന്നത്. അവിടെയാണ് നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്ന ബൈലുണ്ടല്ലോ, പിത്തരസം, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു പിത്തസഞ്ചിക്കകത്താണ് കേട്ടോ. ഗോൾ ബ്ലാഡർ നമ്മൾ പറയില്ലേ, കല്ല് വരെ പിത്തസഞ്ചിക്കകത്ത് കല്ല് വരുന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ വരുന്നത് കോളൻ. കോളൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റെക്റ്റം. അതൊക്കെ വൻകുടലിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഭാഗങ്ങളാണ് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ. ഓക്കെ, ഈ ലാർജ് ഇൻറ്റസ്റ്റൈന്റെ തന്നെ ഭാഗമാണ് കോളൻ, റെക്റ്റം. ഇത്രയും ഭാഗങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ഗ്യാസ്ട്രോ എൻട്രോളജിക്കകത്ത് വരുന്നത്. വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഇഷ്യൂസുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും? ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഞാൻ അതിന്റെ പിക്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത്. കണ്ടോ? കാണുന്നില്ലേ? ചിത്രം കാണുന്നില്ലേ? നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, ഈസോഫാഗസ്, അന്നനാളം കണ്ടോ? നമ്മുടെ വായിൽ നിന്ന് തുടങ്ങി ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക് കണ്ടോ? ആമാശയം, നമ്മൾ ഗ്യാസ് ഒക്കെ വരുന്ന ഭാഗമില്ല, ഗ്യാസ് ഇതിന്റെ പരസ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ സംഭവമില്ലേ കാണുന്നത്? ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക് കേട്ടോ, ആമാശയം എന്ന് പറയും. അപ്പൊ നമ്മുടെ വായിൽ തൊട്ട് നമ്മുടെ സ്റ്റൊമക്ക് വരെ നീണ്ടു നിൽക്കുന്ന കുടല് പോലെയുള്ള ഭാഗത്തിനെയാണ് ഈസോഫാഗസ് അഥവാ അന്നനാളം. നമ്മുടെ ഭക്ഷണമൊക്കെ കടന്നു പോകുന്നത് ഈ ഒരു കുഴിയിലൂടെയാണ് കേട്ടോ. നമ്മുടെ ദഹനത്തിന്റെ ഭാഗമാണ് അല്ലെ. ഓക്കെ, ഇത് എവിടെയാ ചെന്ന് അവസാനിക്കുന്നത്? സ്റ്റൊമക്കിലോട്ടാണ്, നമ്മുടെ ആമാശയത്തിലോട്ടാണ് കേട്ടോ. സ്റ്റൊമക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? ലാർജ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ പറഞ്ഞു അല്ലെ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താണ്? ചെറുകുടല് കണ്ടോ? ഇതാണ് കേട്ടോ, അവിടെ എഴുതിയിട്ടുണ്ട് ചെറുകുടല്. പിന്നെ ലിവർ വരുന്നുണ്ട്, ലിവർ, കരള് കേട്ടോ, കരള് കണ്ടോ? ലിവർ കേട്ടോ. ലിവറിന്റെ തൊട്ടടിയിലായിട്ട് ഒരു കുഞ്ഞു ഭാഗം, ഏകദേശം പച്ച കളർ പോലെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗോൾ ബ്ലാഡർ കേട്ടോ, പിത്തസഞ്ചി. കാര്യം ഈ ലിവർ ഉത്പാദിപ്പിക്കുന്ന പിത്തരസം ഉണ്ടല്ലോ, അത് ഈ ഒരു സാക്കിനകത്ത്, ഗോൾ ബ്ലാഡറിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ പാൻക്രിയാസ്. പാൻക്രിയാസ് എവിടെയാ നോക്കിയേ? നമ്മുടെ ഈ സ്റ്റൊമക്കിന്റെ ഏകദേശം ഒരു അടിഭാഗത്തായിട്ട് കേട്ടോ. അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു പോർഷൻ കണ്ടോ നിങ്ങള്? ഈ ഭാഗമാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ
ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടല്. ഇതാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ട്ടോ. ഇതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇതിന്റെ ഈ തുടക്ക ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിന് നമ്മൾ സീക്കം എന്നാണ് പറയുക. സീക്കം മെയിൻ പോർഷൻ ഉണ്ടല്ലോ, ഈ ഭാഗം, ഇതിനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത്. എൻഡിങ് പോർഷൻ ഉണ്ടല്ലോ, ഈ ഭാഗം മലാശയം എന്നൊക്കെ പറയാം, അതാണ് റെക്റ്റം എന്ന് പറയുന്നത് കേട്ടോ. റെക്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഈസോഫാഗസ് വരുന്നുണ്ട്, ലിവർ വരുന്നുണ്ട്, സ്റ്റൊമക്ക് വരുന്നുണ്ട്, ലിവറിന് തൊട്ട് താഴെയുള്ള ഗോൾ ബ്ലാഡർ വരുന്നുണ്ട്, സ്റ്റൊമക്കിന്റെ പുറകിലായിട്ടുള്ള പാൻക്രിയാസ് വരുന്നുണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ അടങ്ങുന്നതാണ് എന്ത് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോഎൻട്രോളജി. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ചിത്രം കണ്ടപ്പോ മനസ്സിലായോ നിങ്ങൾക്ക്? മാറ്റാണ് കേട്ടോ. കാണുന്നില്ലേ നിങ്ങൾക്ക്? പിക്ചർ കാണുന്നില്ലേ? നോട്ട് കാണുന്നില്ലേ? ഇത് പോയോ? നോട്ട് കാണുന്നുണ്ടോ? ഒന്ന് പറയാമോ? കാണുന്നില്ലല്ലോ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ കാണാലോ. കണ്ടില്ലേ? അപ്പൊ ആ ഒരു പിക്ചർ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ്? The diagnosis and treatment of conditions that affect the esophagus, stomach, small intestine, large intestine, liver, pancreas, gallbladder, colon and rectum. Colon and rectum എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ തന്നെ ഭാഗമാണ് കേട്ടോ. ഈ പറയുന്ന ഭാഗങ്ങളെയൊക്കെ അഫക്ട് ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസുകളും ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നത് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അടുത്ത നോക്കി, ഇറ്റ് ആൾസോ ഇൻവോൾവ്സ് എൻഡോസ്കോപ്പി അല്ലെ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അല്ലെ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് കുടൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ആമാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട് അല്ലെ. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഒരു പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ. മെഡിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ലോങ് ട്യൂബ് ഉണ്ടായിരിക്കും, ഒരു ട്യൂബ് ലൈറ്റ് ഇൻസ്ട്രുമെന്റ്, അതിന്റെ അടുത്ത് ഒരു ക്യാമറയും ലൈറ്റും ഒക്കെ ഉണ്ടാവും. അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പണിങ്സ് ഒന്നിന് വായിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ റെക്റ്റം വഴിയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഇൻസ്ട്രുമെന്റിന്, ആ എക്യുപ്മെന്റിന് നമ്മൾ എൻഡോസ്കോപ്പ് എന്നാണ് പറയുക. ആ ഒരു ട്യൂബിലായിട്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എൻഡോസ്കോപ്പ് എന്നാണ് പറയുക. പ്രൊസീജിയറിനെ നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറയും കേട്ടോ. പ്രൊസീജിയറിനെ എൻഡോസ്കോപ്പി എന്നും അതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് എൻഡോസ്കോപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
സോ കോളനോസ്കോപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് കോളനോസ്കോപ്പി. കോളൻ നമ്മൾ പഠിച്ചു, ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗമാണ് അല്ലെ. അവിടെയൊക്കെ പരിശോധനയൊക്കെ നടത്തുമ്പോൾ കോളനോസ്കോപ്പി ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അത് ഈ സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്? ഗാസ്ട്രോ എൻറ്ററോളജി ഡിപ്പാർട്ട്മെന്റിനകത്താണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സ്പെഷ്യൽ നഴ്സസ് ആർ ഓഫൺ പോസ്റ്റഡ് in this department and they are capable of performing a wide range of bowel investigations. അതായത് സ്പെഷ്യൽ നഴ്സുമാരെയാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ചുമതലപ്പെടുത്തുന്നത്. സ്പെഷ്യൽ നഴ്സുമാർ എന്ന് പറഞ്ഞ രജിസ്ട്രേർഡ് നഴ്സുമാരുണ്ടാവില്ലേ? ഈ മാസ്റ്റർ നഴ്സിംഗിലൊക്കെ മാസ്റ്റർ ബിരുദം എടുത്തിട്ടുള്ള രജിസ്ട്രേർഡ് ആയിട്ടുള്ള നഴ്സുമാരെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന വൈഡ് റേഞ്ച് ഓഫ് ബവൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള, അത്രയും എന്താ പറയാ, പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള സ്പെഷ്യൽ നഴ്സുമാര് എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് നഴ്സുമാരെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സാധാരണയായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഗാസ്ട്രോ എൻട്രോളജി എന്താണെന്ന് മനസ്സിലായല്ലോ. അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ആണ് ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഓർഗൻസുകൾ ഏതൊക്കെയാണ്? നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, ഈസോഫാഗസ്, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. അത് ഗാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. എൻഡോസ്കോപ്പി പോലെയുള്ള അല്ലെങ്കിൽ കോളനോസ്കോപ്പി പോലെയുള്ള സർവീസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെഡിക്കൽ പ്രൊസീജിയറുകൾ കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അത് ഗാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിന് വരും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് കേട്ടോ, ഹെപ്പറ്റോളജി. എന്താണ് ഹെപ്പറ്റോളജി? നിങ്ങൾക്ക് അറിയാവുന്നവര് പറഞ്ഞേ, എന്താണ് ഹെപ്പറ്റോളജി? സ്റ്റഡി ഓഫ് ദ ലിവർ ഡിസോർഡേഴ്സ് അല്ലെ. അതായത് കരൾ സംബന്ധമായി. ഹെമറ്റോളജി മാറിപ്പോകരുത് കേട്ടോ. ഹെമറ്റോളജി എന്താ? ഹെമറ്റോളജി അത് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് കേട്ടോ. ബ്ലഡ് ഡിസോർഡർ. ഹെപ്പറ്റോളജി എന്ന് കേട്ട് കഴിഞ്ഞാല് അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലിവറുമായിട്ട് ബന്ധപ്പെട്ട. ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹെപ്പറ്റൈറ്റിസ് ലിവറിന് വരുന്ന വീക്കമാണ്, കരൾ വീക്കമാണ്. അപ്പൊ ആ പേര് ഓർത്താൽ ഹെപ്പാറ്റ് കേട്ടോ, ഹെപ്പറ്റോളജി. ഓക്കെ, എന്താണ് ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാല് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹെപ്പറ്റോളജി ഇസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ diagnosis and management of patients suffering from the disorders of the liver. അല്ലെ, ലിവർ സംബന്ധമായിട്ട് അല്ലെ, കരൾ തകരാറുള്ള ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ഡയഗ്നോസിസ്, അവരുടെ രോഗനിർണയങ്ങള്, ട്രീറ്റ്മെന്റുകള്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നൊരു സ്പെഷ്യാലിറ്റിയാണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ഈസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി that deals with the diagnosis and management of patients suffering from the disorders of the liver. എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഹെപ്പറ്റോളജി ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഗൈനക്കോളജി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ്? This department deals with the investigation and the treatment of problems of the female reproductive system. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥ അല്ലെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി. ദാറ്റ് ഈസ് കോൾഡ് ഗൈനക്കോളജി അല്ലെ. ഓക്കെ, പിന്നെന്താണ്? എ വിമൻസ് ലൈഫ് ഈസ് മാർക്ക്ഡ് ബൈ യുണീക് ചേഞ്ചസ് ദാറ്റ് ഒക്കർ വിത്ത് ദ ടൈം ഫ്രം അറ്റൈനിങ് മെനാർക്ക്, കൺസെപ്ഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് മെനോപോസ്. ശരിയാണല്ലേ? ഒരു സ്ത്രീയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. പുരുഷന്മാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എങ്കിൽ കൂടിയും കൂടുതൽ മാറ്റങ്ങൾ ആർക്കാണ് വരുന്നത്? സ്ത്രീകൾക്കാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനാർക്കീസ് ആയിരുന്ന സമയം അല്ലെ, ഈ ആർത്തവം തുടങ്ങുന്ന സമയം, പിന്നെ ആർത്തവം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഗ്നൻസി അല്ലെ, പിന്നെ ചൈൽഡ് ബർത്ത്, പിന്നെ അവിടെ നിന്ന് തുടങ്ങി മെനോപോസ് വരെ അല്ലെ, ആർത്തവ വിരാമം വരെയുള്ള ഒരുപാട് ചേഞ്ചസിലൂടെയാണ് ഒരു സ്ത്രീയുടെ ഒരു എന്താ പറയാ ലൈഫ് സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ.
അപ്പോ these changes do bring about problems directly or indirectly connected with the reproductive system. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, കാര്യം പെട്ടെന്ന് ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങളാണ് അല്ലെ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്നതും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത്രയേറെ ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. And so requires a separate branch of medicine that focuses on these areas. Okay, ഈ പറയുന്ന ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു പരിചരണത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. എന്തൊക്കെ ഏരിയകളാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് നോക്കുക. These three specialities ആണ് ഗൈനക്കോളജി വിഭാഗം അവർ ഫോക്കസ് ചെയ്യുന്ന ചില സ്പെഷ്യൽ ഏരിയാസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഗൈനക്കോളജി തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ വരുന്നത് ഒബ്സ്ട്രക്റ്റിസ് ആണ് അല്ലെ. ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. പിന്നെ അവിടെ എന്താണ് അമ്മയും കുഞ്ഞും അവർക്ക് ഒരുപോലെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞ് പ്രഗ്നൻസി വരുന്നുണ്ട്, ചൈൽഡ് ബർത്ത്, ഓക്കെ, കുഞ്ഞുങ്ങളുടെ ജനനം, പിന്നെ പോസ്റ്റ് പാർട്ടം പീരീഡ് ഒക്കെ ഉണ്ടാവും അല്ലെ. കുഞ്ഞ് ജനിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങള്. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗൈനക്കോളജിയിൽ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടിലും എന്ത് വരുന്നുണ്ട്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് കണക്ഷൻ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഒബ്സ്ട്രക്റ്റിസ്. പിന്നെന്താണ്? ഇൻഫെർട്ടിലിറ്റി അല്ലെ. വന്ധ്യത എന്ന് കേട്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥ, ഇൻഫെർട്ടിലിറ്റി. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു വിഭാഗത്തില് സബ് സ്പെഷ്യാലിറ്റി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, അതെ. അപ്പൊ ഏതൊക്കെ ഏരിയകളാണ്? ഗൈനക്കോളജി വരുന്നുണ്ട്, ഒബ്സ്ട്രക്റ്റിസ് വരുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റി ഏരിയകളും ഈ പറയുന്ന വിഭാഗത്തിന്റെ അണ്ടറിലായിട്ട് സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗൈനക്കോളജിയിൽ ആൻസർ ചെയ്യുക കേട്ടോ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിന്റെ ഓപ്ഷനിൽ ഒബ്സ്ട്രക്റ്റിസും കാണും. പക്ഷെ ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ അത് തന്നെ, പക്ഷെ അവിടെ കൂടുതൽ എന്താണ്? ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, ആഫ്റ്റർ ഡെലിവറി, അതായത് പോസ്റ്റ് പാർട്ടം പീരീഡ്, അങ്ങനെയുള്ള, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ശുശ്രൂഷ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാന്ന് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. Gynecology consists of medical and surgical therapies for the complete spectrum of disorders that involves the female reproductive system. അല്ലെ, ഈ പറയുന്ന ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഡിസോർഡേഴ്സും, ഒരു ഈ പറയുന്ന കംപ്ലീറ്റ് ഡിസോർഡേഴ്സിനെയും ട്രീറ്റ് ചെയ്യാനുള്ള മെഡിക്കൽ സർജിക്കൽ തെറാപ്പികളൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നും അറിയാനില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് അല്ലെ. വേറെ പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ, അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം നമുക്ക്. ഒബ്സ്ട്രക്റ്റിസ് ആണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ, ചോദിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകും കേട്ടോ. ഒബ്സ്ട്രക്റ്റിസ്. ഓക്കെ, എന്താണ് ഒബ്സ്ട്രക്റ്റിസ്? ഇപ്പൊ പറഞ്ഞ കാര്യമാണ് അല്ലെ. Obstetrics is the surgical specialty that dealing with the care of mother and child. കണ്ടോ, അമ്മയ്ക്ക് കുഞ്ഞിനും ഒരുപോലെ എന്താണ് പരിചരണം കൊടുക്കുന്ന, അല്ലെങ്കിൽ അത്തരം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സർജിക്കൽ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത് അല്ലെ. മദർ ആൻഡ് ചൈൽഡ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് എന്ന് വെച്ചാൽ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോക്കസസ് ഓൺ ദ കെയർ ഓഫ് ബോത്ത് മദർ ആൻഡ് ചൈൽഡ് കേട്ടോ. അമ്മയിലും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രഗ്നൻസിക്ക് മുമ്പ് ആയിക്കോട്ടെ, ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിലായിക്കോട്ടെ, ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അല്ലെ. ചൈൽഡ് ബർത്തിന് ശേഷം പോസ്റ്റ് പാർട്ടം പീരീഡ് ഒക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലെ. അമ്മയ്ക്ക് ഒരുപാട് വൈകാരികമായിട്ടുള്ള മാറ്റങ്ങള്, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം പീരീഡ്. അതൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ പല കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പോസ്റ്റ് പാർട്ടം പീരീഡിൽ വരുന്ന അവസ്ഥകൾ, ഡിപ്രഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്. അത്രേ അതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നാമതൊരു ഏരിയ പറഞ്ഞിരുന്നു, ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത് കേട്ടോ. അത് അടുത്ത സെന്റൻസിലാണ് പറയുന്നത്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ്
ടെക്നോളജി എന്ന് ചേർക്കണം കേട്ടോ. ടെക്നോളജി ART എന്നാണ് പറയാ കേട്ടോ. ART എന്താണ്? ARTയുടെ ഫുൾ ഫോം ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് എഴുതുക കേട്ടോ. ടീന് എഴുതണേ ടെക്നോളജി. Assisted reproductive technology is the special branch of medicine that deals with the infertility issues in both the men and women and involves diagnosis of infertility therapeutic technique to improve the fertility and embryology services such as in vitro fertilization. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത് അല്ലെ, വന്ധ്യതയുമായിട്ട്, അത് പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ത്രീകളിലായിക്കോട്ടെ പുരുഷന്മാരിലായിക്കോട്ടെ രണ്ടു കൂട്ടരിലും വരാമല്ലോ. അപ്പൊ രണ്ടു കൂട്ടരിലും വരുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾക്കൊക്കെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ART എന്നാണ് പറയുക കേട്ടോ. ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ആണ്. നോർമലി റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല, സോ അതിനൊരു അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് റീപ്രൊഡക്ഷൻ നടത്തും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് ദാറ്റ് ഡീൽസ് വിത്ത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൺ കേട്ടോ. സ്ത്രീകളിലും പുരുഷന്മാരിലുമുള്ള വന്ധ്യതാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് മാത്രമല്ല എന്തൊക്കെ സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഡയഗ്നോസിസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക് ടു ഇംപ്രൂവ് ദ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എംബ്രിയോളജി സർവീസസ് ലൈക്ക് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. IVF എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? IVF ട്രീറ്റ്മെന്റ്, IVFന്റെ ഫുൾ ഫോം ആണ് കേട്ടോ അത്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതെന്നെ ശ്രുതി, IVF കേട്ടോ. IVFന്റെ ഫുൾ ഫോം ആണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ദ ബോഡിയാണ് എന്ത് നടത്തുന്നത്? ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്. എന്ന് വെച്ചാൽ സാധാരണ ലാബുകളിലാണ് ഇത് ചെയ്യുക. സ്ത്രീകളിൽ നിന്നുള്ള എഗ് കളക്ട് ചെയ്തിട്ട് ഈ എഗ്ഗിന് പുരുഷന്മാരിൽ നിന്ന് വരുന്ന സ്പേം ഉണ്ടല്ലോ, ബീജം, അതിന് ഈ പറയുന്ന ലാബ് സെറ്റിംഗ്സിനകത്ത് ഇത് കമ്പൈൻ ചെയ്തിട്ട് എംബ്രിയോ പ്രൊഡക്ട് ചെയ്യാണ്. എംബ്രിയോ മീൻസ് ഭ്രൂണമാണ് കേട്ടോ. ഭ്രൂണം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു എംബ്രിയോനെ ഫീമെയിൽസിന്റെ, സ്ത്രീകളുടെ ആ ഒരു യൂട്രസിനകത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് IVF എന്ന് പറയുന്നത് കേട്ടോ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പൊ അത്തരത്തിലുള്ള അതൊക്കെ എംബ്രിയോളജി സർവീസ് ആണ്. എംബ്രിയോ ഉണ്ടാക്കിയെടുക്കാണ്. ഭ്രൂണം ഉണ്ടാക്കിയെടുക്കുന്നത് പുറത്താണ്, ഔട്ട്സൈഡ് ദ ബോഡിയാണ്. അതായത് ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഔട്ട്സൈഡ് ദ ബോഡിയിൽ എഗ്ഗിനും സ്പെർമിനും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഭ്രൂണം ഉണ്ടാക്കുന്നു. അതിന്റെ ആ ഒരു എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണമാണ്, അതിനെ നമ്മൾ ഫീമെയിലിന്റെ യൂട്രസിനകത്ത് നിക്ഷേപിക്കുകയാണ്. പിന്നെ കുഞ്ഞ് വളരുന്നു. അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇത് നിരവധി ആളുകൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ART കേട്ടോ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ കിടപ്പുണ്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ആണ് അല്ലെ. റീപ്രൊഡക്ഷൻ നോർമൽ ആയിട്ട് നടക്കുന്നില്ല, സോ അതിനൊരു അസിസ്റ്റ് ചെയ്തുകൊണ്ട് റീപ്രൊഡക്ഷൻ നടത്താം എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഗൈനക്കോളജിയും ഒബ്സ്ട്രക്റ്റിക്സും ഇൻഫെർട്ടിലിറ്റി അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി കേട്ടോ. അപ്പൊ അടുത്തതിലോട്ട് പോകാം നമുക്ക്. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ന്യൂറോളജി. ഇതാണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ് പേരിൽ നിന്ന് നമുക്കറിയാം അല്ലെ. എന്തായിരിക്കും? നാഡീ സംബന്ധമായിട്ടുള്ള, അതെ കറക്റ്റ് ആണ് കേട്ടോ ശ്രുതി. നർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. വേറൊന്നുമില്ല അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. നോക്കുക, ന്യൂറോളജി അത് തന്നെ കറക്റ്റ് ആണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലെ. ഓക്കെ, ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം അല്ലെ. മനുഷ്യന്റെ നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമ്മുടെ നാഡീ വ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, നമുക്ക് പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട് കേട്ടോ. നമ്മുടെ സെൻട്രൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് അഫ്ല പറഞ്ഞ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് അല്ലെ. നമ്മുടെ തലച്ചോറ്, അതിൽ നിന്ന് വരുന്ന നീണ്ട കശേരു പോലത്തെ സംഭവമില്ലേ സ്പൈനൽ കോഡ്, സുഷുമ്ന എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പൊ ഈ ബ്രെയിനും സ്പൈനൽ കോഡും ആണ് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗം. അവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. The doctors in this department investigate and treat the patients for the problems affecting their brain and spinal cord. ചോദ്യം അതിന് വരാട്ടോ. ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ട് എഫക്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്? നെർവസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് കേൾക്കാം ന്യൂറോളജി ആണ്. ബ്രെയിനിനും സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വന്നേക്കാം. അത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്
ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് കേട്ടോ, സുഷുമ്ന എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി എന്താണ് പറയുന്നത്? ന്യൂറോളജിസ്റ്റ് എക്സാമിൻ patients who have been referred to them by other physicians in both the inpatient and the outpatient settings. അപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് വിടുന്ന രോഗികളായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ ന്യൂറോളജിസ്റ്റുകൾ എന്ത് ചെയ്യും? പരിശോധിക്കും അല്ലെ. പരിശോധിച്ചിട്ട് ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ വരുന്ന പേഷ്യന്റ് കുറച്ച് സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമുള്ള സംഭവമാണെങ്കിൽ അവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അല്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ, അതായത് വലിയ സീരിയസ്നെസ് ഒന്നുമില്ല, നമുക്ക് മരുന്നിലൊക്കെ കൊണ്ടുപോകുന്ന കേസുകളാണെങ്കിൽ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ന്യൂറോൺ സംബന്ധമായിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് അവരെ വിടാം. അതാണ് ഇവിടെ പറയുന്നത്. ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? എ ന്യൂറോളജിസ്റ്റ് വിൽ ബിഗിൻ ദയർ ഇന്ററാക്ഷൻ വിത്ത് എ പേഷ്യന്റ് ബൈ ടേക്കിംഗ് എ കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ദെൻ പെർഫോം എ ഫിസിക്കൽ എക്സാമിനേഷൻ ഫോക്കസിംഗ് ഓൺ ഇവാലുവേറ്റിംഗ് ദ നെർവസ് സിസ്റ്റം. ഒന്നുമില്ല, അതായത് സാധാരണ ഒരു ഡോക്ടർ എന്താണ് പേഷ്യന്റുമായിട്ട് ഇന്ററാക്ഷൻ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യം അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുക. അത് ന്യൂറോളജി മാത്രമല്ല, മറ്റേത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് അതാണ് അവരുടെ ഒരു സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത് അല്ലെ. സാധാരണ ഒരു രോഗി ചെല്ലുമ്പോൾ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ആദ്യം പരിശോധിക്കും അല്ലെ. കാരണം പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങളുണ്ട്, ജനറ്റിക്കലായിട്ട് വരുന്ന ഡിസോർഡേഴ്സ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം മെഡിക്കൽ ഹിസ്റ്ററിയിലൂടെ അവരൊരു പ്രൈമറി ഡയഗ്നോസിസ് ആദ്യം നടത്തും. പിന്നെ അത് കൺഫേം ചെയ്യുന്നത് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് അല്ലെ, ശാരീരികമായിട്ടുള്ള പരിശോധനയിലൂടെയാണ് ഒക്കെ പിന്നീട് അത് കൺഫേം ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ട് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കും, പിന്നെ അവരുടെ നെർവസ് സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടാണ് അവിടുത്തെ ഡോക്ടർ പേഷ്യന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇനി അടുത്തത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. കമ്പോണൻസ് ഓഫ് ദ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ദാറ്റ് ഇൻക്ലൂഡ് അസസ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, motor strength, sensation reflexes, coordination and gait. അതായത് ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അകത്ത് വരുന്ന കമ്പോണൻസുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാല്, സാധാരണയായിട്ട് ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷനുണ്ട് എന്തൊക്കെ അസസ്മെന്റുകളാണ് നടത്തുന്നത്? അത് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കും. ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ന്യൂറോളജി വിഭാഗത്തിൽ നടത്തുന്ന അസസ്മെന്റുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ അസസ്മെന്റുകൾ നടത്തുന്നുണ്ട്? ഒന്ന്, പേഷ്യൻസിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ അല്ലെ. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈജ്ഞാനികപരം എന്നൊക്കെ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സംബന്ധം, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത, ഓർമ്മ, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധി, ഭാവന അല്ലെ, അതുപോലെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷന്റെ ഭാഗമാണ് അല്ലെ. ശരിയല്ലേ? നമുക്ക് ചിന്തിക്കാൻ പറ്റുക, നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കാൻ പറ്റുക, നമ്മുടെ ഭാവന അല്ലെ, നമ്മുടെ ബുദ്ധി, ചില സിറ്റുവേഷനിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, വൈകാരികമായിട്ടുണ്ടാവുന്നത്, ഇതെല്ലാം നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷന്റെ ഭാഗമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ ബ്രെയിൻ ആണല്ലോ, ബ്രെയിനിലാണ് ഇതിന്റെ കംപ്ലീറ്റ് കൺട്രോളിങ് വരുന്നത്. സോ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ അതിന്റെ അസസ്മെന്റുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ സ്ട്രെങ്ത് അല്ലെ, ചാലകശേഷി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ന്യൂറോ സംബന്ധമായിട്ട് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ചലിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും, മരവിപ്പൊക്കെ അനുഭവപ്പെടും. കാരണം നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് കംപ്ലീറ്റ് മെസ്സേജുകൾ നെർവുകൾ വഴിയായിട്ടാണ് മറ്റുള്ള ബോഡി ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഈ ബ്രെയിനും ഇതിലൊക്കെ ന്യൂറോൺസിനൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് ഈ പറയുന്ന മെസ്സേജിങ്ങും ഒന്നും കറക്റ്റ് ആയിട്ട് വരില്ല. പലപ്പോഴും നമ്മുടെ കൈകൾക്കൊക്കെ മരവിപ്പ് ഒക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചാലകം പഴയ പോലെ നമുക്ക് ചലിക്കാനോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. അതാണ് മോട്ടോർ സ്ട്രെങ്ത്, ചാലകശേഷി, അതിന്റെ അസസ്മെന്റ് നോക്കാറുണ്ട്. അതുപോലെ തന്നെ സെൻസേഷൻ റിഫ്ലക്സസ്, ചില സെൻസേഷൻസിലേക്ക് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? സെൻസേഷൻ റിഫ്ലക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംവേദനം, അതിനോടുള്ള പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തീയിൽ പെട്ടെന്ന് നമ്മുടെ കൈ മുട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കൈ വലിക്കും അല്ലെ. നമ്മുടെ ഒരു സെൻസേഷൻ ആണ്. തീ വരുമ്പോ ചൂട് വരുന്നു, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു റിഫ്ലക്സ് ആണ് അല്ലെ നമ്മൾ കൈ പിൻവലിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലേക്ക് ആരെങ്കിലും ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അറിയാം നമ്മുടെ കണ്ണുകൾ അടയ്ക്കും. അത് ആ ഒരു സെൻസേഷനോടുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന റിഫ്ലക്സുകളാണ് അല്ലെ, പ്രതികരണങ്ങളാണ്. അപ്പൊ ഈ ന്യൂറോൺ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ പല ഭാഗങ്ങളൊക്കെ മരവിക്കും. അപ്പൊ പലതും നമ്മൾ അറിയില്ല, പല സെൻസേഷൻസും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ.
ആർക്കെങ്കിലും ഒക്കെ അനുഭവിച്ചവരുണ്ടാവും, വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് കോർഡിനേഷൻ. കറക്റ്റ് ഒരു കോർഡിനേഷൻ നമുക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ നിന്നാണ് ഈ മെസ്സേജുകളൊക്കെ നെർവ് വഴിയായിട്ടാണ് പോകുന്നത്. അവിടുത്തെ ന്യൂറോൺസിനൊക്കെ തേയ്മാനം, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കോർഡിനേഷൻ കറക്റ്റ് ആവില്ല. അതായത് പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊരു റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ പറയാനോ ഒക്കെ നമുക്ക് അതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. കോർഡിനേഷൻ കറക്റ്റ് ആവില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് അത് തന്നെ ജൂബി പറഞ്ഞത്, സ്ട്രോക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ്. സ്ട്രോക്ക് വരുമ്പോൾ തളർന്നു പോവില്ലേ? സ്ട്രോക്ക് ഇതാണ് ബ്രെയിനിൽ വരുന്ന, എവിടെയാണ് നമ്മൾ സ്ട്രോക്കിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക കേട്ടോ. അതുപോലെ ന്യൂറോളജിയിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. അവർ ഈ നമ്മുടെ കാലിന്റെ അടിയിലൊക്കെ ഒരു പ്രത്യേക ഇതൊക്കെ വെച്ച് ഇങ്ങനെ എന്താ പറയുക തട്ടിയൊക്കെ നോക്കും. നമുക്ക് സെൻസേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അവിടെ അറിയുന്നുണ്ടോ, കൈ പൊക്കാനും കാല് പൊക്കാനും, അത് നമ്മുടെ ഈ പറയുന്ന മോട്ടോർ സ്ട്രെങ്ത് ആണ് അവരവിടെ അസസ് ചെയ്യുന്നത്. കൈ പൊക്ക്, വലത്ത് കൈ പൊക്ക്, അല്ലെങ്കിൽ ഇടത്ത് കാല് പൊക്ക്, കാലിങ്ങനെ പൊക്ക്, അങ്ങനെ പൊക്കുന്നൊക്കെ അവർ പറയുന്നില്ലേ? അതാ ഒരു മോട്ടോർ സ്ട്രെങ്ത് ആണ് അവര്. ന്യൂറോൺ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഗെയിറ്റ് എന്ന് പറഞ്ഞാൽ നടത്തമാണ് കേട്ടോ. വാക്കിംഗ് അതായത് നടക്കാനുള്ള കാര്യങ്ങൾ, അതൊക്കെ മോട്ടോർ സ്ട്രെങ്തിന്റെ ഭാഗങ്ങളാണ്. ഇങ്ങനെയുള്ളതിന്റെ അസസ്മെന്റുകളാണ് എവിടെ നടക്കുന്നത്? ന്യൂറോളജിക്കൽ എക്സാമിനേഷനകത്ത് നടക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അതാണ് കേട്ടോ. ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഇൻക്ലൂഡ് ദ അസസ്മെന്റ് ഓഫ് പേഷ്യന്റ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, motor strength, sensation reflexes, coordination and gait. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ എന്താണ് പറയുന്നത്? ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം സർജറി അല്ലെ. ന്യൂറോളജിസ്റ്റുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? സർജറി ചെയ്യുന്നില്ല. ന്യൂറോളജിസ്റ്റ് കേട്ടോ, അവര് സർജറി ചെയ്യുന്നില്ല. സർജറി ചെയ്യാനായിട്ട് പ്രത്യേക ന്യൂറോ സർജൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട് കേട്ടോ. If one of their patients requires surgery, they refer them to a neurosurgeon. സാധാരണയായിട്ട് ഒരു ന്യൂറോ സർജനെയാണ് അത് കാണിക്കുക കേട്ടോ. ദാറ്റ് റിക്വയർ ദ സർജിക്കൽ ഇന്റർവെൻഷൻ. സർജിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമാണ്. ഇപ്പൊ ന്യൂറോളജിസ്റ്റുകൾ സാധാരണ എന്ത് ചെയ്യാറില്ല? സർജറി ചെയ്യാറില്ല. അതിന് പ്രത്യേക ന്യൂറോ സർജൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സർജറികളും മറ്റുമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അവരായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ന്യൂറോളജി ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായല്ലേ? ശരി. അപ്പൊ ഇനി പറയേണ്ടത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അതിൽ പഠിച്ചു വെക്കുക ന്യൂറോളജി എന്താണ്, നെർവസ് സിസ്റ്റം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ബ്രെയിനിൽ ഈ പറയുന്ന സ്പൈനൽ കോഡിനെ ഒക്കെ എഫക്ട് ചെയ്യുന്ന ഇഷ്യൂസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്തത്, അങ്ങനെയും ചോദിക്കാം. അത് ന്യൂറോളജിയാണ്. പിന്നെ ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ എന്തിന്റെയൊക്കെ അസസ്മെന്റുകൾ നടത്തുന്നുണ്ട്? അപ്പൊ ഈ പറയുന്ന പേഷ്യൻസിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അത്രയും വേണ്ടിട്ട് അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് വരുന്നതാണ് നെഫ്രോളജി. ഇതാണ് നെഫ്രോളജി. നെഫ്രോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കറക്റ്റ് ആണ് കേട്ടോ. ഭാഗ്യം, വൻഷിക, തൻസി, ശ്രുതി ഒക്കെ പറഞ്ഞത് കറക്റ്റ് ആണ്. നെഫ്രോളജി ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. നിമ്മി, ജോസ്മി, ആതിര, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് അല്ലെ. നമ്മുടെ കിഡ്നിയിലെ അരിപ്പകളെ നെഫ്രോൺസ് എന്നാണ് പറയാ അല്ലെ. നെഫ്രോൺസ് എന്നാണ് പറയാ കേട്ടോ. കിഡ്നി നമ്മുടെ ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഓർഗൻ ആണല്ലോ കിഡ്നി എന്ന് പറയുന്നത്. ബ്ലഡിനകത്തുള്ള മാലിന്യങ്ങളെയൊക്കെ അലിച്ചു മാറ്റുന്ന ഒരു ഓർഗൻ ആണ് അല്ലെ നമ്മുടെ കിഡ്നി. അത് മാത്രമല്ല, കിഡ്നിക്ക് ധാരാളം ഫംഗ്ഷൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ആ അരിച്ചു മാറ്റുന്നതിനകത്ത് ഒരു അരിപ്പയുണ്ട്. അതിനെ നമ്മൾ നെഫ്രോൺ എന്നാണ് പറയുന്നത്. നെഫ്രോളജി എന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. നോക്കുക, nephrology focuses on the diagnosis and treatment of diseases that affect the kidney. അല്ലെ, കിഡ്നീനെ അഫക്ട് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ധാരാളം ധാതു ലവണങ്ങൾ, സോഡിയം പൊട്ടാസ്യം ഒക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്ത്. കേട്ടിട്ടില്ലേ നിങ്ങൾ? സോഡിയം കുറഞ്ഞു പോയി, പൊട്ടാസ്യം കൂടി പോയി, കുറഞ്ഞു പോയി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിനകത്തുള്ള ധാതു ലവണങ്ങളെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? നമ്മുടെ കിഡ്നിയാണ്. ഓക്കെ, അതായത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യല് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്ത് ധാതു ലവണങ്ങളെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന സോഡിയം പൊട്ടാസ്യം പമ്പൊക്കെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലെ. ആ ഒരു ബാലൻസിങ് അവിടെ നഷ്ടപ്പെടും. പിന്നെ പൊതുവെ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ വരും. അതായത് അവരുടെ ബ്ലഡ് പ്രഷർ, കാര്യം ഈ ധാതു ലവണങ്ങളുടെയൊക്കെ ബാലൻസിങ്ങും മറ്റൊക്കെ മാറിപ്പോകുമ്പോൾ നമ്മുടെ ഈ പറയുന്ന BP കൂടും. BP കൂടുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ. ഏത് വാക്കിന്റെ മുമ്പിൽ ഹൈപ്പർ എന്ന് കേട്ടാൽ ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഹൈപ്പോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈപ്പർ തൈറോയിഡിസം ഹൈ ലെവലാണ്.
ഹൈപ്പോ. അപ്പൊ ആ ഒരു വാക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അറിയുന്നവരായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, RRT എന്നാണ് പറയുക കേട്ടോ. RRT നമുക്കിത് ഡയാലിസിസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും കേട്ടോ. റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിംഗ് ഡയാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ആർ ആൾസോ ക്യാരിഡ് ഔട്ട് ബൈ ദി നെഫ്രോളജിസ്റ്റ്. ഓക്കെ, റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പ്രത്യേകിച്ച് ICUവിലുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, അതായത് അത്രയും ICU പേഷ്യൻസിന് കിഡ്നി പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നതാണ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ RRT എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള സർവീസുകളൊക്കെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിനകത്താണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെഫ്രോളജി ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റും കൂടെ ഉള്ളൂ. ന്യൂക്ലിയർ മെഡിസിൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അടുത്ത ദിവസം നമുക്കിത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ന്യൂക്ലിയർ മെഡിസിൻ നമുക്ക് അത്രയധികം ഫെമിലിയർ അല്ല, ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ക്യാൻസർ. ഓക്കെ, അഫ്ല പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്. ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞൊരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം. എന്ന് പറഞ്ഞാല് വളരെ കുറഞ്ഞ അളവില്, ട്രേസ് എന്ന് പറയുമ്പോൾ വളരെ നേരിയ അളവാണ് കേട്ടോ, വളരെ കുറഞ്ഞ അളവില് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസേഴ്സുകള് ഒന്നില്ലെങ്കിൽ നമ്മുടെ വായു വഴി, നമ്മുടെ മൗത്ത് വഴി, അല്ലെങ്കിൽ നമ്മുടെ വെയിൻ, നമ്മുടെ ഞരമ്പ് വഴി നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടും. റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉണ്ട്. ചെറിയ എമൗണ്ടിലേ കൊടുക്കുള്ളൂ. അത് നമ്മുടെ ബോഡിയിൽ വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കൂല. പക്ഷെ അതിനെ നമ്മൾ ഒന്നിനെ നമ്മുടെ മൗത്ത് വഴി അല്ലെങ്കിൽ നമ്മുടെ വെയിൻ വഴിയായിട്ട് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കടത്തിവിടും. ഓക്കെ, ഇത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് പോയിട്ട് റേഡിയോ ആക്റ്റീവ് ട്രേസറുകളാണ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ റേഡിയേഷനെ പുറപ്പെടുവിക്കാൻ കഴിവുള്ള ആളുകളാണ് അവര്, അല്ലെ? അപ്പൊ ഇവരെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനകത്തോട്ട് പോയിട്ട് പുറത്തു വിടുന്ന കിരണങ്ങൾ, പുറത്തു വിടുന്ന റേസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാമറ ഉപയോഗിച്ച് ഇമേജ് ചെയ്യാണ്. ക്യാമറ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ഇമേജ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇമേജിങ് എന്ന് പറയുന്ന ഒരു വിഭാഗം ന്യൂക്ലിയർ മെഡിസിനകത്തുണ്ട്. അതുകൂടാതെ തെറാപ്പി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. ഇമേജിങ് മാത്രമല്ല, ഇമേജിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, തെറാപ്പി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട് കേട്ടോ. ഈ പറയുന്ന അഫ്ല പറഞ്ഞ പോലെ റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ നമുക്ക് പലതരം ക്യാൻസറുകൾ, അതുപോലെ ചില ഓർഗൻസുകളുടെ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തന കൂടുതൽ, പ്രത്യേകിച്ച് ഈ തൈറോയിഡ് പോലുള്ള ഹൈപ്പർ തൈറോയിഡിസം നമുക്ക് കേട്ടിട്ടില്ല, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു തെറാപ്പി എന്നുള്ള രീതിയിലും ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാം, ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിന് 2 വിഭാഗമുണ്ട്. ഇമേജിങ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അതായത് സ്കാനിങ് ഒക്കെ വരുന്ന ഇമേജിങ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതുപോലെ തെറാപ്പി, ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു വിഭാഗമുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പറയോ? എന്താണ്? നെഫ്രോളജി ഒന്നുകൂടെ പറയോ? നെഫ്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് focuses on the diagnosis and the treatment of diseases that affect the kidney. ഓക്കെ, നമ്മുടെ കിഡ്നി ഉണ്ടല്ലോ, വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതിനെയാണ് നമ്മൾ നെഫ്രോളജി എന്ന് പറയുന്നത്. എന്തൊക്കെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിനകത്ത് വരുന്നുണ്ട്? ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അതായത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിഡ്നിക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള ധാതു ലവണങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. നമ്മുടെ ശരീരത്തിൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അങ്ങനെയൊക്കെയുള്ള കുറെ ധാതുക്കളുണ്ട് കേട്ടോ. അതിന്റെയൊക്കെ ബാലൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കിഡ്നിയാണ്. ഈ കിഡ്നിക്ക് തകരാറ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോലൈറ്റിന്റെ ഡിസ്റ്റർബൻസ് വരാം. ഡിസ്റ്റർബൻസ് മീൻസ് അതിന് ഇംബാലൻസ് വരികയാണ്, ബാലൻസിങ് ഒക്കെ തെറ്റും. അതിനെ തുടർന്ന് എന്തുണ്ടാവും? ഹൈപ്പർ ടെൻഷൻ വരും, BP ഒക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ്. കാരണം സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെ അളവിലൊക്കെ വേരിയേഷൻ വരുമ്പോൾ BP വ്യത്യാസങ്ങൾ വരും. പ്രത്യേകിച്ച് BP കൂടും.
ഓക്കെ, രക്തസമ്മർദ്ദം കൂടും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിംഗ് ഡയാലിസിസ് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്. ചുരുക്കി പറഞ്ഞ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല. അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ? ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുമ്പോ നമ്മള് ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ ഗ്യാസ് എന്ന് ഓർത്താൽ മതി. ഗ്യാസ് എവിടുന്ന വരുന്നത്? സ്റ്റൊമക്ക്, ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ. ആമാശയം മാത്രമല്ല, നമ്മുടെ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരില്ലേ, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ ആമാശയം അതുപോലെ തന്നെ ഉദരം, വയറ്, കുടലൊക്കെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് അവയവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിക്ചർ കണ്ടിരുന്നില്ലേ? ഏതൊക്കെയായിരുന്നു? അന്നനാളം, അതുപോലെ ആമാശയം, ചെറുകുടല്, വൻകുടല്, അങ്ങനെയുള്ള ഭാഗമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ, ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ സ്പെഷ്യൽ നഴ്സുമാരെയാണ് അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്യുന്നത്. കാര്യം കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുറെ കൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള, പ്രൊഫഷണൽ സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടാവും, രജിസ്റ്റേർഡ് നഴ്സുമാര്. അങ്ങനെയുള്ളവരെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതിന് എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു? അത് പറഞ്ഞപ്പോ കട്ടായി പോയായിരുന്നു നെറ്റ്. ശരി. ഓക്കെ, അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ശരി, താങ്ക് യു.